Pinnacle Inn, Resort and Premium Villas. കക്കാടംപൊയിൽ സഹ്യന്റെ താഴ്വാരം മനോഹരമാക്കിയ മണ്ണ്. പുഴകളും മലകളും അരുവികളും മാത്രമല്ല, സ്നേഹം പകരുന്ന മനുഷ്യരെയും കൊണ്ട് സമ്പന്നമാണിവിടം. നമ്മൾ നമ്മളായിത്തീരുന്നത് നമ്മോടൊപ്പമുള്ളവർ നമ്മെ സ്നേഹിക്കുമ്പോഴും തിരിച്ചറിയുമ്പോഴും മാത്രമാണ്. പാതി വിടർന്ന മിഴികളോടെ ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ വിരിഞ്ഞിറങ്ങാതായ 1000 മഴത്തുള്ളികളെ കുരുവിക്കുഞ്ഞുങ്ങളാക്കി അവൻ എനിക്ക് നേരെ പറത്തിവിട്ടു. ശൂന്യതയിൽ നിന്ന് എന്നെ ഞാനാക്കിയ ചരിത്രം നസീം അലി എന്ന മനുഷ്യന് എന്നോടുള്ള പ്രണയം തന്നെയാണ്. ഞാൻ എന്നും തലയുയർത്തി കക്കാടംപൊയിലിൽ ഉണ്ടാവണമെന്ന അവന്റെ അടങ്ങാത്ത ഇഷ്ടം. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് ഈ നാടിന്റെ രാജ്ഞിയാക്കിയ അദ്ദേഹത്തിന്റെ കഴിവ് എന്നോടുള്ള പ്രണയത്തിന്റെ ആകെത്തുകയായിരുന്നു. ഞാൻ പിനാക്കിൾ ഇൻ റിസോർട്ട് കക്കാടംപൊയിൽ. പ്രിയരെ, പുതുവർഷം ആഘോഷിക്കാനും എന്നോട് ചേർന്നിരിക്കാനും എത്തിച്ചേർന്ന നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് എന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കാണുന്ന പുതുമയിൽ നിന്നും എന്റെ പഴമ കൂടി അറിയുമ്പോഴേ പ്രണയവും യാത്രയും ചേർത്ത് പിടിക്കലും എന്നോട് മാത്രമാവുന്ന ഒരു മനുഷ്യന്റെ കഥ പൂർണ്ണമാവുകയുള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നു എന്നെ ഞാനാക്കിയ കഥ. അതിലൂടെ ഒന്ന് പോയി വരാം. സൗഹൃദം എന്നും നസീമിന്റെ ചേർത്തുനിൽപ്പാണ്. ഇവിടെ ജോലി ചെയ്യുന്നവരും അല്ലാത്തവരുമായ മനുഷ്യരൊക്കെ എന്നെ ചേർത്തു വെക്കുന്നത് അവരിൽ ഒരാളായിട്ടാണ്. ആ സൗഹൃദങ്ങളുടെ നീണ്ട നിരയാണ് എന്നെ സുന്ദരിയാക്കാൻ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവരിൽ ഒരാളായ ഡിവിനെ എന്നെ പരിചരിക്കാൻ വിട്ടുകൊടുത്തത് എന്നോടുള്ള അവന്റെ ആത്മബന്ധവും മിടുക്കും തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം. നസീമിന്റെ ബുദ്ധിയും ഡിവിന്റെ ചുറുചുറുക്കും കൂടപ്പിറപ്പുകളെപ്പോലെ അവരുടെ ആത്മബന്ധവും ചേർന്ന് നിൽക്കുമ്പോൾ ഈ കക്കാടംപൊയിലിൽ എനിക്ക് തല ഉയർത്തി തന്നെ നിൽക്കാനാകും. സ്റ്റാഫ് ടൂർ എന്ന പേരിൽ ഓരോ പുതുവർഷാഘോഷങ്ങൾക്ക് ശേഷവും അവരെല്ലാവരും ഒന്നിച്ച് ഒരു യാത്രയുണ്ട്. കഴിഞ്ഞ വർഷത്തെ അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തുവാനും നേട്ടങ്ങളിൽ സന്തോഷിക്കുവാനും. അന്നത്തെ ആഘോഷം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട്. എങ്കിലും ഒരു കുടുംബം പോലെ അവരെ ഒരുമിച്ച് ചേർത്ത് അർഹതയ്ക്കുള്ള അംഗീകാരം നൽകാൻ കാണിക്കുന്ന നസീമിന്റെ മനസ്സാണ് എന്നും അവന്റെ വിജയരഹസ്യം. യാത്രകൾ ഇഷ്ടപ്പെടുന്ന നസീം ഏതൊരു യാത്രയും എന്നെ എങ്ങനെ മനോഹരിയാക്കാം എന്ന കണ്ടെത്തലിലായിരിക്കും അവസാനിക്കുക. സോളോ വണ്ടർലസ്റ്റ് എന്ന പേരിൽ ഒറ്റയ്ക്ക് കാറോടിച്ച് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു. നേപ്പാൾ, ഭൂട്ടാൻ, ചൈന ബോർഡർ എന്നിവയിലൂടെ ഏകനായി കണ്ടും കേട്ടും യാത്ര ചെയ്ത് തിരിച്ചിറങ്ങിയത് എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജ് സമ്മാനിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ സ്റ്റാഫ് ടൂറിൽ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന ആശയം അവന്റെ മനസ്സിലുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണതയിലേക്ക് കൂട്ടിയും കുറച്ചും യാത്ര ചെയ്തും ഉണ്ടാക്കിയ അനുഭവങ്ങളും അവന്റെ ഇഷ്ടത്തോടൊപ്പം സഞ്ചരിക്കാൻ ഒരു പറ്റം മനുഷ്യരുമുണ്ടായപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് എനിക്ക് സ്വന്തം. ഗ്ലാസും ഇരുമ്പ് കമ്പിയും കോൺക്രീറ്റ് ഉപകരണങ്ങളും ചുമന്ന് ഉയരങ്ങളിൽ നിന്നുള്ള അവരുടെ പ്രവൃത്തിയും കണ്ട് ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്കല്ലാതെ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയുമോ എന്നോർത്ത്. ഈ നാട്ടിൽ പകരം വെക്കാനില്ലാത്ത ഒരാളായി എന്നെ മാറ്റും എന്ന് ശപഥം ചെയ്തിറങ്ങിയ ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാകും, ഞാനെങ്ങനെ നിഴലാകും, ഞാനെങ്ങനെ ഞാനാകും. ഓർമ്മകൾ പൂത്തൊരു കൊമ്പിൽ തുമ്പികൾ വിമ്മൽ കൊള്ളും, കുതിർന്ന മണ്ണിൻ മടിയിൽ നാമ്പുകൾ തൊഴും.
വർഷം പൂൾ വില്ലയുടെയും പൂൾ സൈഡ് വില്ലയുടെയും നവീകരണം, ഉദ്യാന നിർമ്മാണവും ചുമർ ചിത്രങ്ങളും വർണ്ണാഭമായ ലൈറ്റുകളും അടക്കം ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നെ കൂടുതൽ മനോഹരിയാക്കാൻ ഡിവിന് സാധ്യമായി. സ്വന്തമായി 3 പൂളുകൾ, വരുന്നവർക്ക് സഹ്യന്റെ കാഴ്ച ആകാശത്തു നിന്നും കാണാൻ ഗ്ലാസ് ബ്രിഡ്ജ്, വിശാലമായ റെസ്റ്റോറന്റ്, ബാർബിക് സ്റ്റേഷൻ, ചിൽഡ്രൻസ് പാർക്ക്, പ്രീമിയം കോട്ടേജസ്, ഗ്ലാസ് ഹൗസ് ആൻഡ് റെന്റ് ഹൗസ്, പ്രൈവറ്റ് പൂൾ കോട്ടേജസ്, പാർട്ടി ഹാൾ എന്നിങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ എന്നെ ആസ്വദിക്കാൻ വരുന്നവർക്കായി അവർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് സ്വപ്നങ്ങൾ പേറി നസീമിന്റെ യാത്ര തുടരുന്നു. അടുത്ത വർഷം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർക്കായി ടർഫ് കോർട്ട്, ഇൻഡോർ പ്ലേ സ്റ്റേഷൻ, 3 ലക്ഷറി വില്ലാസ് തുടങ്ങിയ ഒരുപാട് ആശയങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അതോടൊപ്പം എ കംപ്ലീറ്റ് റിസോർട്ട്, എല്ലാം ഒരു കുടക്കീഴിലെന്ന അവന്റെ സ്വപ്നവും. ഒരുപാട് പുതുമകളോടുകൂടി വരും വർഷം നിങ്ങൾക്ക് എന്നെ കാണാനാകും. അങ്ങനെ അങ്ങനെ എനിക്കിനിയും ഉയരണം. പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കണം, കാറ്റിനെ പോലെ കുളിർമ പെയ്യിക്കണം. എന്നെ കാണാനെത്തുന്ന നിങ്ങളെ എനിക്ക് സന്തോഷത്തോടെ തിരിച്ചയക്കണം. പ്രണയം പോലെ മൂളിപ്പറക്കുന്ന ഓർമ്മകൾ നെഞ്ചിലേറ്റി നിങ്ങളിൽ ഞാനും നിറഞ്ഞു നിൽക്കണം. ഒളിപ്പിച്ചു വെച്ച വികാരങ്ങൾക്കുമേൽ ശില്പചാരുത സമ്മാനിച്ച് അനന്തതയുടെ ആഴങ്ങളിൽ നസീം ഇപ്പോഴും പ്രണയമെഴുതുന്നുണ്ട്. ജീവിതം ഓളങ്ങളില്ലാത്ത പുഴയായി ഒതുങ്ങിയ ഒരിടത്തു നിന്നും ഒരു കടലായി എന്നെ മാറ്റിയ ആ മനുഷ്യനോടൊപ്പം ചുണ്ടുകൾ ചേർത്ത് വെച്ച് ഞാനും ഒരുപാട് ഇഷ്ടത്തോടെ ഏവർക്കും പുതുവത്സരാശംസകൾ. Pinnacle Inn, Resort and Premium Villas. The sign of nature, Kakadampoil, Calicut, in the Western Ghats of India. Visit www.pinnacleinn.com.